പ്രോബബിലിറ്റി തിയറിയുടെ 11ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സെറ്റ് ഓഫ് മ്യൂച്വൽ കൺവേർജൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് കൺവേർജൻസ് എന്താണെന്നുള്ളതാണ്. സെറ്റ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് let omega f be a probability space a sequence of random variable xn on omega fp is said to be converged to a random variable x. അതായത് സാധാരണ നമ്മൾ പറയുന്നത് ഒരു സീക്വൻസ് എക്സ് എൻ ഒമേഗ കൺവേർജസ് ടു എക്സ് ഒമേഗ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഫോർ ഓൾ ഒമേഗ ബിലോങ്സ് ടു ഒമേഗ എന്നാണ് നമ്മൾ പറയുന്നത്. ഫോർ ഓൾ ഒമേഗ ബിലോങ്സ് ടു ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ എന്ന് പറഞ്ഞ സെറ്റിലുള്ള എല്ലാ ഒമേഗകൾക്കും എക്സ് എൻ ഒമേഗ എന്ന് പറയുന്ന സീക്വൻസ് എക്സ് ഒമേഗയിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പറയുന്ന കൺവേർജൻസിൻ്റെ ഡെഫിനേഷൻ. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ എന്താ എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് എക്സിലേക്ക് എവരിവർ ഫോർ ഓൾ ഒമേഗയ്ക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങനെ അല്ലാത്ത കേസും വരാം, അതാണ് അടുത്ത് പറയുന്നത്. അതായത് ഫോർ സം ഒമേഗ, അതായത് സി എന്ന് പറയുന്ന ഒരു സെറ്റിലുള്ള ഒമേഗകൾക്ക് മാത്രം എക്സ് എൻ ഒമേഗ എക്സ് ഒമേഗയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സീനെയാണ് നമ്മൾ സെറ്റ് ഓഫ് കൺവേർജൻസ് ഓഫ് സീക്വൻസ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇഫ് എക്സ് എൻ ഒമേഗ കൺവേർജസ് ടു എക്സ് ഒമേഗ ഓൺലി ഫോർ ഒമേഗ ബിലോങ്സ് ടു സി, then C is called the set of convergence of sequence xn. ഓക്കെ, അതായത് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? സി എന്ന് പറയുന്നത് ഒമേഗ സച്ച് ദാറ്റ് എക്സ് എൻ ഒമേഗ കൺവേർജസ് ടു എക്സ് ഒമേഗയാണ്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് എന്താ ഇന്റർസെക്ഷൻ ഒമേഗ ഗ്രേറ്റർ ദാൻ 0 യൂണിയൻ n is equal to 1 to infinity intersection m is equal to 1 to infinity omega such that mod xn plus m omega minus x omega less than epsilon. ഇതിൽ ഒമേഗ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതിനെ നമുക്ക് ഫോർ എവരി 1/k എന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് കൺവേർജൻസിന് ഈ ഒരു ഫോമുല ഈ ഒരു തരത്തിൽ എഴുതാൻ പറ്റും, നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഇന്റർസെക്ഷൻ k is equal to 1 to infinity യൂണിയൻ n is equal to 1 to infinity intersection m is equal to 1 to infinity omega such that xn plus m omega minus x omega മോഡുലസ് ആണ് ലെസ് ദാൻ 1/k എന്ന് എഴുതാൻ പറ്റും. ആൻഡ് c belongs to omega. ഇത് സെറ്റ് ഓഫ് കൺവേർജൻസിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, ഇത് നമ്മൾ ഓൾമോസ്റ്റ് ഷുവർ പഠിക്കുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ കോഷി ക്രൈറ്റീരിയ ഫോർ കൺവേർജൻസ് ആണ്. കോഷി ക്രൈറ്റീരിയ ഫോർ കൺവേർജൻസ് എന്ന് പറയുന്നത് എക്സ് എൻ എക്സിലേക്ക് കൺവേർജ് ചെയ്യുകയാണ്. എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്നുള്ള അർത്ഥമാണ്. എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഈഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് എൻ മൈനസ് എക്സ് എം കൺവേർജസ് ടു 0 ആകുമ്പോൾ. ഈഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് എന്ന് വെച്ചാൽ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണെങ്കിൽ ഇംപ്ലൈസ് എക്സ് എൻ മൈനസ് എം കൺവേർജസ് ടു 0 ആണ്. തിരിച്ച് എക്സ് എൻ മൈനസ് എക്സ് എം കൺവേർജസ് ടു 0 ആണെങ്കിൽ ഇംപ്ലൈസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണ്. ഇതിനോടൊപ്പം തന്നെ ഇക്വാലൻ്റ്ലി ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്താ എക്സ് എൻ പ്ലസ് എം മൈനസ് എക്സ് എൻ കൺവേർജസ് ടു 0 ആയിരിക്കും. ഓക്കെ, എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് എൻ മൈനസ് എം കൺവേർജസ് ടു 0. ഇതിനോട് തന്നെ ഇക്വലൻ്റ് ആയിട്ടുള്ളതെന്നാണ് എക്സ് എൻ പ്ലസ് എം മൈനസ് എക്സ് എൻ കൺവേർജസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റ്ലി യൂണിഫോംലി ഇൻ എം. ഇതൊക്കെ നമ്മൾ പ്രൂഫിനിടയിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കോഷി ക്രൈറ്റീരിയ. ഇഫ് എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് കൺവേർജസ് ഇൻ കോഷി സെൻസ് ഇസ് സെഡ് ടു ബി കൺവേർജ് മ്യൂച്വലി. മ്യൂച്വലി കൺവേർജൻസ് എന്താണെന്നുള്ളത്, മ്യൂച്വലി കൺവേർജൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞ കൺവേർജൻസിൽ എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്നുള്ള ഫോർമുലയിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ എന്ത് വരും? നേരത്തെ പറഞ്ഞ എന്താ കോഷി സെൻസിൽ വേണം പറയാൻ. അതായത് ഈ ഒരു എക്സ് എൻ പ്ലസ് എം മൈനസ് എക്സ് എൻ എന്നുള്ള ഫോർമുലയിൽ പറയുന്നു. സി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് മ്യൂച്വൽ കൺവേർജൻസ് ആണെങ്കിൽ എന്താ സി ഡാഷ് ഒമേഗ സച്ച് ദാറ്റ് എക്സ് എൻ പ്ലസ് എം ഒമേഗ മൈനസ് എക്സ് എൻ ഒമേഗ
കൺവേർജസ് ടു സീറോ ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ പറയാം. ഇതാണ് മ്യൂച്വൽ കൺവേർജൻസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് കൺവേർജൻസ് ഓൾമോസ്റ്റ് ഷുവർലി ആണ്. കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി കൺവേർജൻസ് ഇൻ ഓൾമോസ്റ്റ് ഷുവർലി ആണ്. കൺവേർജൻസ് ഓൾമോസ്റ്റ് ഷുവർലി അല്ലെങ്കിൽ കൺവേർജൻസ് ഓൾമോസ്റ്റ് എവരിവർ, അതും അല്ലെങ്കിൽ സ്ട്രോങ് കൺവേർജൻസ് എന്നും പറയും. ഓക്കെ, ഡെഫിനിഷൻ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ആണ് സെറ്റ് ടു ബി കൺവേർജസ് ടു എക്സ് ഓൾമോസ്റ്റ് ഷുവർലി എന്ന് പറയുമ്പോൾ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഫോർ ഓൾ ഒമേഗ എക്സെപ്റ്റ് ദോസ് ബിലോങ്ങിങ് ടു എ നൾ സെറ്റ് എൻ. അതായത് നൾ സെറ്റിലല്ലാത്ത എല്ലാ ഒമേഗകൾക്കും എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഒമേഗ ആണെങ്കിൽ നമ്മളത് കൺവേർജസ് ഇൻ ഓൾമോസ്റ്റ് ഷുവർലി എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റ് ഓഫ് കൺവേർജൻസ് ഇല്ലേ, ആ ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുള്ളൂ. ഇവിടുത്തെ സെറ്റ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ ബിലോങ്സ് ടു എൻ കോംപ്ലിമെന്റ്. എൻ എന്ന് പറയുന്നത് നൾ സെറ്റ് ആണെന്ന് വിചാരിക്കുക. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എൻ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഈ എന്നിലുള്ള ഏത് ഒമേഗ എടുത്താലും അതിൻ്റെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. അതാണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. സോ നൾ സെറ്റിലല്ലാത്ത എല്ലാ ഒമേഗകൾക്കും എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഒമേഗ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഓൾമോസ്റ്റ് ഷുവർലി എന്ന് പറയാം. സോ അപ്പോൾ നമ്മൾ നൾ സെറ്റിൽ ഇല്ലാത്തതെന്ന് പറയാനാണ് എൻ കോംപ്ലിമെന്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എൻ കോംപ്ലിമെന്റ്. അപ്പോൾ ഓൾമോസ്റ്റ് ഷുവർലിയുടെ സിംബോളിക്കൽ ഡെഫിനിഷൻ എങ്ങനെ പറയും? എക്സ് എൻ ഓൾമോസ്റ്റ് ഷുവർലി converges to x if and only if x and omega converges to x omega for all omega belongs to n complement where p of n is equal to 0. എന്ന് വെച്ചാൽ ഒന്നുകൂടെ ആലോചിക്കാൻ എന്താണ്, ഒമേഗക്കകത്തുള്ള എല്ലാ ഒമേഗകൾക്കും കൺവേർജൻസ് ആണെങ്കിൽ നമ്മൾ സാധാരണ കൺവേർജൻസ് എന്ന് പറയാം. എന്നാൽ സം ഒമേഗകൾക്ക് മാത്രമേ ഈ കൺവേർജൻസ് ഉള്ളൂ. അതിനർത്ഥം എന്താണ്? ഈ ഒമേഗക്കകത്ത് എക്സ് എൻ എക്സിലേക്ക് കൺവേർജ് ചെയ്യാത്ത പോയിന്റ്സും ഉണ്ട് എന്നാണ്. ഓക്കെ, അടുത്ത ഒരു ലെമ്മയാണ് നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ ഓൾമോസ്റ്റ് ഷുവർ കൺവേർജൻസ്. എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ ഓൾമോസ്റ്റ് ഷുവർലി if and only if as n tends to infinity, probability of union k equal to n to infinity omega such that mod xk omega minus x omega greater than or equal to 1 by r tends to 0 for all r എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറാണ്. ഇതാണ് നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ. തിരിച്ചു, അതായത് എക്സ് എൻ ഓൾമോസ്റ്റ് ഷുവർ കൺവേർജസ് ടു എക്സ് ആണെങ്കിൽ then probability of this sequence is converges to 0 ആയിരിക്കും. അതുപോലെ തന്നെ ഈ പ്രോബബിലിറ്റി കൺവേർജസ് ടു 0 ആണെങ്കിൽ എക്സ് എൻ ഓൾമോസ്റ്റ് ഷുവർലി കൺവേർജസ് ടു എക്സ് എന്നും പറയാം. ഇനി അതിൻ്റെ പ്രൂഫാണ്. അതായത് ഫസ്റ്റ് if xn omega converges to x omega, xn converges to x omega ആണെങ്കിൽ then we have for arbitrary r greater than or equal to 1 there exists some n naught of omega r such that for all k greater than or equal to n naught of omega r mod xk omega minus x omega less than 1 by r എന്ന് പറയാം. if xn omega converges to x omega ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ
set of convergence of a sequence. Also, set of convergence of sequence x എന്ന് പറയുന്നത് എന്തായിരുന്നു? C is equal to intersection r is equal to 1 to infinity union n is equal to 1 to infinity intersection m is equal to 0 to infinity omega such that mod xn plus m omega minus x omega modulus less than 1 by r. ഇതായിരുന്നു സെറ്റ് ഓഫ് കൺവെർജൻസ് ഓഫ് എക്സ് എന്ന് പറയും. അതിൽ എൻ പ്ലസ് എമ്മിന് നമ്മൾ കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ ആർ ഇസ് ഈക്വൽ ടു 1 to infinity യൂണിയൻ എൻ ഇസ് ഈക്വൽ ടു 1 to infinity intersection k is equal to n to infinity omega such that modulus x k omega minus x omega less than 1 by r. Okay. ഇനി നമ്മുടെ ലെമ്മയുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഓൾമോസ്റ്റ് ഷുവർലി ആണെങ്കിൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ പാർട്ട് എടുക്കുന്നു. ഇഫ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഓൾമോസ്റ്റ് ഷുവർലി, അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് സെറ്റ് ഓഫ് കൺവേർജൻസ്, അതായത് നമ്മൾ എക്സ് എൻ കൺവേർജസ് ടു ഓൾമോസ്റ്റ് ഷുവർലി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് എൻ ഒമേഗ കൺവേർജസ് ടു എക്സ് ഒമേഗ ഫോർ ഓൾ ഒമേഗ ബിലോങ്സ് ടു എൻ കോംപ്ലിമെന്റ് എന്നാണ്. അല്ലെങ്കിൽ ഒമേഗകൾ ഏതിനകത്തുള്ളതാണ്? ഒമേഗ ബിലോങ്സ് ടു സി ആണ്, സെറ്റ് ഓഫ് കൺവേർജൻസ് ആണ്. അപ്പോൾ അതിനർത്ഥം എന്താ? പ്രോബിലിറ്റി ഓഫ് സി എന്ന് പറയുന്നത് അവിടെ 1 ആയിരിക്കും. സെറ്റ് ഓഫ് കൺവേർജൻസ് അല്ലേ, സിയിലുള്ള ഏതെടുത്താലും അതിന്റെ പ്രോബിലിറ്റി 1 ആയിരിക്കും. എന്നാൽ പ്രോബിലിറ്റി ഓഫ് സി കോംപ്ലിമെന്റ് ഓഫ് 0 ആയിരിക്കും. നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സി കോംപ്ലിമെന്റ് എഴുതാം. സി കോംപ്ലിമെന്റ് എഴുതാം. സി എന്ന് പറയുന്നത് നമ്മൾ എന്താ? ഇതാ ഇന്റർസെക്ഷൻ യൂണിയൻ ഇന്റർസെക്ഷൻ ഒമേഗ സച്ച് ദാറ്റ് ആണ് എഴുതിയിട്ടുള്ളത്. ഇനി ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ എന്താ? ഇന്റർസെക്ഷൻ ഓഫ് ഇത്രയും കാര്യമല്ലേ, ഇത്രയും കാര്യത്തിന് ഇപ്പോൾ എ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എടുക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നാണ്. അപ്പോൾ ഡി മോർഗൻസ് റൂൾ യൂസ് ചെയ്തിട്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഇന്റർസെക്ഷൻ ഓഫ് ഈ എന്താ ഇതൊക്കെ ഓരോ സെറ്റുകളായിട്ട് വിചാരിക്കുകയാണെങ്കിൽ ഇത്രയും കുറേ സെറ്റുകളുടെ ഇന്റർസെക്ഷൻ ആർ ഈക്വൽ ടു 1 to infinity വരെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എന്താവും? സി കോംപ്ലിമെന്റ് എഴുതുമ്പോൾ ശരിക്കും ഞാൻ ആ ടേം ഇതാണ് ആറ് എൻ കെ ഒമേഗ സച്ച് ദാറ്റ് മോഡ് എക്സ് കെ ഒമേഗ മൈനസ് എക്സ് ഒമേഗ ലെസ് ദാൻ 1 by r. ഇതായിരുന്നു സി, അതിൻ്റെ കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പോൾ എന്താവും? സി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഡി മോർഗൻസ് ലോ സി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യൂണിയൻ ആറ് ഇന്റർസെക്ഷൻ എൻ യൂണിയൻ കെ ഒമേഗ സച്ച് ദാറ്റ് മോഡ് എക്സ് കെ ഒമേഗ നമ്മൾ എഴുതിയതിൽ ചെറിയ മാറ്റമുണ്ട്. ഇവിടെ എഴുതിയപ്പോൾ നമ്മുടെ ഇന്റർസെക്ഷൻ യൂണിയൻ ഓക്കെ സി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്
ഡിമോർഗൻസ് റൂൾ യൂസ് ചെയ്യുമ്പോൾ സി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? യൂണിയൻ ആർ ഇന്റർസെക്ഷൻ എൻ യൂണിയൻ കെ ഒമേഗ സച്ച് ദാറ്റ് എക്സ് കെ ഒമേഗ മൈനസ് എക്സ് ഒമേഗ ലെസ് ദാൻ 1/r കോംപ്ലിമെന്റ്. അതായത് ഓരോന്നിന്റെ കോംപ്ലിമെന്റിന്റെ അതിന്റെ യൂണിയൻ ആയിട്ട് വരും. എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ഇത് ഓരോന്നിന്റെ കോംപ്ലിമെന്റിന്റെ എന്താ യൂണിയൻ ആണ്. ഈക്വൽ ടു യൂണിയൻ ആർ ഇന്റർസെക്ഷൻ എൻ യൂണിയൻ കെ ഈക്വൽ ടു എൻ ടു ഇൻഫിനിറ്റി. ഈ കോംപ്ലിമെന്റ് നമുക്ക് മാറ്റി ഒമേഗ സച്ച് ദാറ്റ് മോഡ് എക്സ് എക്സ് കെ ഒമേഗ മൈനസ് എക്സ് ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എന്നുള്ളത് കോംപ്ലിമെന്റ് വരുമ്പോൾ എന്താവും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/r. ഓക്കെ, നമുക്ക് ശരിക്കും ഈ ഒരു കാര്യം മാത്രം മതി. ലാസ്റ്റ് എഴുതിയ സി കോംപ്ലിമെന്റ് എന്താന്നുള്ളത്, സി എന്താന്ന് എഴുതിയിട്ട് സി കോംപ്ലിമെന്റ് എന്താന്നുള്ളത് മതി. സി കോംപ്ലിമെന്റും സിയും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ആണ് ആവശ്യം. ഇതിന്റെ പ്രോബബിലിറ്റി 0 ആണെന്ന് നമുക്കറിയാം. സി കോംപ്ലിമെന്റ്, അതായത് പ്രോബബിലിറ്റി ഓഫ് സി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 0 ആണെന്ന് അറിയാം. അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് യൂണിയൻ ആർ ഇസ് ഈക്വൽ ടു 1 to infinity, intersection n is equal to 1 to infinity, union k is equal to n to infinity, omega such that mod xk omega minus x omega greater than or equal to 1/r equal to 0. ഓക്കെ, പ്രോബബിലിറ്റി ഈക്വൽ ടു 0 ഇട്ട് ചെയ്യാനാണ് നമുക്ക് എളുപ്പം. അതുകൊണ്ടാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് സി ഈക്വൽ ടു 1 എന്നുള്ളത് യൂസ് ചെയ്യാതെ പ്രോബബിലിറ്റി ഓഫ് സി കോംപ്ലിമെന്റ് ഈക്വൽ ടു 0 എന്നുള്ളത് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഫോർ ഫസ്റ്റ് എന്താണ്? യൂണിയൻ ഓഫ് ആർ ഇസ് ഈക്വൽ ടു 1 to infinity എന്നല്ലേ. അപ്പോൾ ഫോർ ഈച്ച് ആർ പ്രോബബിലിറ്റി ഓഫ് intersection n union k equal to n to infinity omega such that mod xk omega minus x omega greater than or equal to 1/r equal to 0. Okay, യൂണിയൻ ഓഫ് ഇതാണ്. അതിനകത്ത് ഫോർ ഈച്ച് ആർ ഇതായിരിക്കും. ഇനി ഇപ്പൊ ഈ എഴുതിയിരിക്കുന്ന ഇതിനകത്ത് ഇതെന്ന് പറയുന്നത് ഒരു മോണോട്ടോൺ ഡിക്രീസിങ് സീക്വൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത് കൺവേർട്ട് ചെയ്യുന്നത് അതിന്റെ ഇന്റർസെക്ഷനിലോട്ടായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ലിമിറ്റ് n tends to infinity probability of union k equal to n to infinity omega such that mod xk omega minus x omega greater than or equal to 1/r equal to 0 ആയിരിക്കും. ഓക്കെ, ലിമിറ്റ് n tends to infinity. ഈ ലിമിറ്റ് n tends to infinity നമുക്ക് അല്ലെങ്കിൽ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാലും മതി. as n tends to infinity probability of union k equal to n to infinity omega such that xk omega minus x omega greater modulus ഉണ്ട് greater than or equal to 1/r tends to 0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി? നമ്മുടെ നെസസറി സഫിഷ്യന്റ് കണ്ടീഷൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എത്തി. സോ ഇതാണ് നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ ഓൾമോസ്റ്റ് ഷുവർ കൺവേർജൻസ്. അതായത് ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇഫ് ആൻഡ് ഓൺലി as n tends to infinity. ഈ ഒരു കണ്ടീഷൻ ഇത് തന്നെയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന കണ്ടീഷൻ. പ്രോബബിലിറ്റി ഓഫ് യൂണിയൻ ഒമേഗ സച്ച് ദാറ്റ് മോഡുലസ് എക്സ്
k omega minus x omega greater than or equal to 1/r converges to 0 ആയിരിക്കും. കോൺവേഴ്സും ട്രൂ ആയിരിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയതുകൊണ്ട് കോൺവേഴ്സ് ഇത് യൂസ് ചെയ്ത് തിരിച്ച് നമുക്ക് മറ്റേതിലേക്കും പോകാൻ പറ്റും. കോൺവേഴ്സ്ലി ട്രൂ ആണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഓൾമോസ്റ്റ് ഷുവർലി ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ കണ്ടീഷനാണ് ടെൻസ് ടു 0, അതായത് as n tends to infinity. ഇതിനാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. അതായത് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഓൾമോസ്റ്റ് ഷുവർലി if and only if probability of intersection k equal to n to infinity omega such that mod xk omega minus x omega less than 1/r tends to 1 as n tends to infinity. Okay, അതായത് ഇവിടെ യൂണിയൻ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 1/r ടെൻസ് ടു 0 ആയിരിക്കും. ഇവിടെ എന്താ ഇന്റർസെക്ഷൻ ലെസ് ദാൻ 1/r ടെൻസ് ടു 1 ആയിരിക്കും. ഈ രീതിയിലും ഇത് പറയാം. അടുത്ത ഒരു കൊറോളറിയാണ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ ഓൾമോസ്റ്റ് ഷുവർലി ഇംപ്ലൈസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ പ്രോബബിലിറ്റി. അതായത് കൺവേർജൻസ് almost surely implies convergence in probability. ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല. അതായത് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ പ്രോബബിലിറ്റി ഡസ് നോട്ട് ഇംപ്ലൈ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ ഓൾമോസ്റ്റ് ഷുവർ. ഓൾമോസ്റ്റ് ഷുവർ ആണെങ്കിൽ അത് പ്രോബബിലിറ്റിയാണ്, കൺവേർജൻസ് പ്രോബബിലിറ്റിയാണ്. പക്ഷെ തിരിച്ചാവണമെന്നില്ല. ഇനി ഇതിൻ്റെ പ്രൂഫ് നോക്കാം. ഫസ്റ്റ് എന്താ പ്രൂഫിൻ്റെ ഫസ്റ്റ് പാർട്ട്, ലെറ്റ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ ഓൾമോസ്റ്റ് ഷുവർലി. അങ്ങനെയാണെങ്കിൽ ബൈ ലാസ്റ്റ് ലെമ്മ നമുക്ക് എന്താ അറിയാം, പ്രോബബിലിറ്റി ഓഫ് യൂണിയൻ k equal to n to infinity omega such that mod xk omega minus x omega greater than or equal to 1/r tends to 0 as n tends to infinity. ഇനി ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന സെറ്റ് യൂണിയൻ k equal to n to infinity omega such that mod xk omega minus x omega greater than or equal to 1/r എന്ന് പറയുന്ന സെറ്റ്, അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 1/r ആണെങ്കിൽ. ഓക്കെ, അതായത് നമ്മളൊരു സബ്സെറ്റ് എടുക്കുകയാണ്. സബ്സെറ്റ് തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 1/r എന്ന് പറഞ്ഞു, അതായത് 1/rനേക്കാൾ വലിയ എപ്സിലോൺ. അപ്പോൾ എക്സ് എൻ മൈനസ് എക്സിൻ്റെ വാല്യൂസ് എപ്സിലോണിനേക്കാൾ വലുതാവുന്നതാണ് ഈ സെറ്റ്. ഇതെന്ന് പറയുന്നത് എന്താണ്, എക്സ് കെ ഒമേഗ മൈനസ് എക്സ് ഒമേഗേൻ്റെ വാല്യൂസ് 1/rനേക്കാൾ വലുതാവുന്നതാണ്. 1/r ആണ് ചെറുത്. അപ്പോൾ ഈ സെറ്റ് ആയിരിക്കും വലുത്. അപ്പോൾ എന്താ ഇതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, നമ്മളങ്ങനെ രണ്ട് സെറ്റ് പറഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. അത് യൂസ് ചെയ്ത് ഇവിടെ പ്രോബബിലിറ്റി കൊടുക്കുമ്പോൾ എന്ത് വരും, പ്രോബബിലിറ്റി ഓഫ് ഈ സൈഡിൽ നമ്മൾ പറഞ്ഞത് ഈ ഒരു സെറ്റ്. അപ്പോൾ യൂണിയൻ k equal to probability of union k equal to n to infinity omega such that mod xk omega minus x omega
greater than or equal to 1 by r greater than or equal to, ഇവിടെ നമ്മൾ സബ്സെറ്റ് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, ഇതിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ്. അതായത് ഈ എഴുതിയതിനെ മാറ്റി ഒന്നുകൂടി ഇതാണെങ്കിൽ എ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇതാണ് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പ്രോബിലിറ്റി ഓഫ് ബി ആണ്. അതാണ് ഇവിടെ യൂസ് ചെയ്തത്. തിരിഞ്ഞു എന്നേ ഉള്ളൂ സബ്സെറ്റ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഗ്രേറ്റർ ഓർ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ. ഇനി നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? ലെറ്റ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ ഓൾമോസ്റ്റ് ഷുവർലി ആണ്. ഓൾമോസ്റ്റ് ഷുവർലി കൺവേർജൻസ് ആണെങ്കിൽ ഈ പ്രോബിലിറ്റി എന്താവും? ഇത് 0 ആയിരിക്കും. അതാണ് നമ്മൾ തൊട്ട് മുന്നത്തെ ലെമയിൽ പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ എന്ന് വന്നു. ഓക്കെ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബിലിറ്റി എപ്പോഴും 0നേക്കാൾ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താവും? വിച്ച് ഇംപ്ലൈസ് ഇത് 0 ആകുന്നത് എപ്പോഴാണ്? ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ള കണ്ടീഷൻ കൂടെ വേണം. ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റിയും കൂടെ വരുമ്പോഴാണ് അതാവുക. അതായത് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. സോ എന്ത് വേണം? ആദ്യം രണ്ട് സൈഡിലും ലിമിറ്റ് കൊടുക്കണം, എന്നിട്ട് അത് 0 എന്ന് എഴുതാൻ പാടുള്ളൂ. സോ ടേക്കിംഗ് limit n tends to infinity on both sides. അപ്പോഴാണ് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് 0 ആകുന്നത്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് n tends to infinity പ്രോബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ. ഓക്കെ, ഇനി എന്താ പ്രോബിലിറ്റി എപ്പോഴും 0നേക്കാൾ ചെറുതാവില്ല, 0നേക്കാൾ വലുതാ 0 ആയിരിക്കുള്ളൂ. സോ ഇവിടെ എന്ത് വരും? ലിമിറ്റ് n tends to infinity പ്രോബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ഈക്വൽ ടു 0 എന്നാണ്. അല്ലെങ്കിൽ എന്ത് എഴുതാൻ? പ്രോബിലിറ്റി ഓഫ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു? കൺവേർജൻസ് ഇൻ പ്രോബിലിറ്റീൻ്റെ ഡെഫിനേഷനാണ്. സോ ദെർഫോർ എക്സ് എൻ കൺവേർജൻസ് ടു എക്സ് ഇൻ പ്രോബിലിറ്റി. അപ്പോൾ ഓൾമോസ്റ്റ് ഷുവർ കൺവേർജൻസ് ഇംപ്ലൈസ് കൺവേർജൻസ് ഇൻ പ്രോബിലിറ്റി. ഇനി നമ്മൾ കൺവേർജൻസ് ഇൻ പ്രോബിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഫ് എക്സ് എൻ കൺവേർജസ് ടു 2 റാൻഡം വേരിയബിൾസ് ഇൻ പ്രോബിലിറ്റി ആണെങ്കിൽ ആ 2 റാൻഡം വേരിയബിൾസും ഇക്വലൻ്റ് ആയിരിക്കും നമ്മളവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ പ്രോബിലിറ്റിയും എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഡാഷ് ഇൻ പ്രോബിലിറ്റിയും ആണെങ്കിൽ എക്സ് ഈസ് ഇക്വലൻ്റ് ടു എക്സ് ഡാഷ് ആയിരിക്കും നമ്മൾ അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ? എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ ഓൾമോസ്റ്റ് ഷുവർലിയും എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഡാഷ് ഇൻ ഓൾമോസ്റ്റ് ഷുവർലിയും ആണെങ്കിൽ നമുക്ക് എന്തറിയാം? ഇത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്? എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ പ്രോബിലിറ്റി എന്ന് ഇംപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് തൊട്ട് മുന്നേ ചെയ്തത്. അതുപോലെ ഇതിനകത്ത് നിന്ന് എന്ത് എഴുതാം? എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഡാഷ് ഇൻ പ്രോബിലിറ്റി എന്ന് എഴുതാം. ഇനി ഈ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്ത് എഴുതാം? നമുക്ക് എക്സ് ഇക്വലൻ്റ് ടു എക്സ് ഡാഷ് ആണെന്ന് എഴുതാം. അപ്പോൾ തുടങ്ങിയത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എഴുതാൻ പറ്റുന്നത് എക്സ് എൻ കൺവേർജസ് ടു എക്സ് almost surely and xn converges to x dash almost surely implies x is equivalent to x dash. Okay, if xn converges to almost surely to 2 random variables, then they are equivalent. ഇനി എല്ലാമാണ് പറയുന്നത് a sequence of random variables converges almost sure to a random variable if and only if
the sequence converges mutually almost sure. ഈ മ്യൂച്വലി കൺവെർജൻസിൻ്റെ ഇതാണ് ഫസ്റ്റ് ഇന്ന് ക്ലാസ്സിൽ ആദ്യം പറഞ്ഞ കാര്യം. അതായത് എന്തായിരുന്നു, xn converges to xm converges to xm minus xn converges to 0 as n, m tends to infinity എന്ന് പറയുന്നതും xn plus m minus xn converges to 0 as n, m tends to infinity എന്ന് പറയുന്നത് ഇക്വലൻ്റ് ആണെന്ന് ആദ്യം പറഞ്ഞു. ഇത് രണ്ടും ഇക്വലൻ്റ് ആണ്. ഇനി മ്യൂച്വലി കൺവെർജൻസ് എന്ന് പറയുന്നത് ഇത് കൺവെർജൻ്റ് ആണെന്ന് പറയുന്നതാണ്. സോ ഇത് കൺവെർജൻ്റ് ആണെന്ന് പറയുന്നത് ഇത് രണ്ട് ഇക്വലൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ആണെന്ന് പറഞ്ഞാൽ മതി. സോ ഇവിടെ ആണെങ്കിൽ നമുക്ക് അസ്യൂം xn converges to x almost surely. അതിനർത്ഥം which implies xn converges to x for all omega belongs to n complement where p of n equal to 0 ആണ്. അതായത് xn omega converges to x omega for all omega belongs to n complement. ഇനി which implies എന്താണ്, xn omega minus xm omega converges to 0 for all omega belongs to n complement. xn converges to x implies xn minus xm converges to 0 എന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ എഴുതാം. ഇനി ഇതിനകത്ത് നമുക്ക് ഇതിനർത്ഥം എന്താ, കൺവെർജൻസ് ഇൻ മ്യൂച്വലി കൺവെർജൻസ് ഇൻ സെറ്റ് എന്ന് പറയാം. സോ therefore xn minus xm almost surely 0 converges to 0 for all omega belongs to n complement അല്ലേ. അപ്പോൾ xn minus xm almost surely converges to 0. അതുകൊണ്ട് തന്നെ എന്താ ഈ സീക്വൻസ് മ്യൂച്വലി ഓൾമോസ്റ്റ് ഷുവർലി ആണെന്ന് പറയാം. കോൺവേഴ്സ് പാർട്ട് ഇതുപോലെ തന്നെ തിരിച്ച് പറഞ്ഞാൽ മതി.